വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യൻ ടീം അയർലൻഡുമായുള്ള T20 മത്സരങ്ങളിൽ 2-0 പരാജയപ്പെടുകയും പിന്നീട് ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിൽ വീണ്ടും പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ അതിന് ഇന്ത്യൻ ടീം മാനേജ്മെന്റ് പരിഹാരം കാണാൻ ശ്രമിച്ചത് വേൾഡ് കപ്പ് ഇന്ത്യ രാജ്യത്തിന് നേടിക്കൊടുത്ത സഞ്ജു സാംസനെ പുറത്തിരുത്തിക്കൊണ്ടാണ്. രണ്ടാം മത്സരത്തിൽ സഞ്ജു സാംസന് പകരം വൈഭവ് സൂര്യവംശിയെ കൊണ്ടുവന്നിരുന്നു. എന്നിട്ടും ഇന്ത്യക്ക് പരാജയം തന്നെയായിരുന്നു ഫലം. ഈ ഒരു നീക്കത്തിനെതിരെ മുൻകാല ക്രിക്കറ്റർമാർ വളരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് രവി ശാസ്ത്രി തന്നെയാണ്. എന്നും സഞ്ജു സാംസന്റെ രക്ഷകനായി സഞ്ജു സാംസനെ പിന്തുണച്ച് സംസാരിക്കുന്ന മുൻകാല ക്രിക്കറ്ററാണ് രവി ശാസ്ത്രി. ഇത്തവണയും അദ്ദേഹത്തിന്റെ അഭിപ്രായം ശക്തമായി തന്നെ ഇന്ത്യൻ സെലക്ടർമാർക്ക് മുന്നിൽ വിളിച്ചു പറയുകയാണ്. ഇന്ത്യ തോറ്റതിന് സഞ്ജു സാംസനെയല്ല മാറ്റേണ്ടത്, അയാളുടെ പരിചയ സമ്പത്ത് മുതലാക്കാൻ ഇന്ത്യക്ക് കഴിയണം. അയാളുടെ കഴിവും പ്രാപ്തിയും നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ കണ്ടതാണ്. എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങളോട് സഹതാപം മാത്രം. ഒരു മത്സരം അതല്ലെങ്കിൽ 2 മത്സരം ഫോമിലല്ലെങ്കിൽ പുറത്തു പോകും എന്ന ഒരു മാനസികാവസ്ഥ കളിക്കാരിലേക്ക് കൊടുക്കുന്നത് യാതൊരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല. സ്വതന്ത്രമായി കളിക്കാനുള്ള അവസരം മറ്റു കളിക്കാർക്ക് നൽകുന്നത് പോലെ സഞ്ജു സാംസണും നൽകേണ്ടതുണ്ട്. അവിടെ മാറ്റി നിർത്തപ്പെടേണ്ടത് സഞ്ജു സാംസൺ ആയിരുന്നില്ല, തിലക് വർമ്മയായിരുന്നു മാറ്റി നിർത്തപ്പെടേണ്ടത് എന്നാണ് രവി ശാസ്ത്രിയുടെ അഭിപ്രായം. സഞ്ജു സാംസനെ മാറ്റി വൈഭവ് സൂര്യവംശിയെ കൊണ്ടുവന്നിട്ട് ഇന്ത്യ രക്ഷപ്പെട്ടോ എന്നും രവി ശാസ്ത്രി ചോദിക്കുന്നു. തീർച്ചയായും കഴിഞ്ഞ മത്സരങ്ങളിലെ ഫോമുകൾ എടുത്തു നോക്കുമ്പോൾ സഞ്ജു സാംസൺ 3 മത്സരങ്ങളിലും പരാജയപ്പെട്ടപ്പോൾ തിലക് വർമ്മയും 1 മത്സരത്തിൽ മാത്രമാണ് നന്നായി കളിച്ചിട്ടുള്ളത്. ഇഷാൻ കിഷനും അതുപോലെ തന്നെയാണ് അവസ്ഥ. പക്ഷേ ഇവർക്കൊന്നും ബാധകമല്ലാത്ത ഒരു നിയമമാണ് എന്നും സഞ്ജു സാംസന്റെ മേൽ കെട്ടിവെക്കാൻ ഇന്ത്യൻ സെലക്ടർമാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വേൾഡ് കപ്പ് ഇന്ത്യ രാജ്യത്തിന് നേടിക്കൊടുത്തിട്ടും ആ ഒരു തീരുമാനത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല ഇന്ത്യൻ സെലക്ടർമാർ എന്നതാണ് ഖേദകരം. ഗൗതം ഗംഭീറിനെതിരെ ശക്തമായ ഭാഷയിലാണ് രവി ശാസ്ത്രി പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ അടുത്ത ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിൽ ഒരു പക്ഷേ തിലക് വർമ്മയ്ക്ക് പകരം സഞ്ജു സാംസനെ കളിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ക്രിക്കറ്റ് ആരാധകർ കരുതുന്നത്. എന്നാൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിൽ സഞ്ജു സാംസനെ 11-ൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടപ്പോൾ സിംബാബ്വെക്കെതിരെയുള്ള പരമ്പരയിൽ പ്രഖ്യാപിക്കപ്പെട്ട 15-അംഗ സ്ക്വാഡിൽ നിന്ന് തന്നെ സഞ്ജു സാംസനെ വെട്ടിയിരിക്കുകയാണ് ഇന്ത്യൻ സെലക്ടർമാർ. അതിനെതിരെയും രവി ശാസ്ത്രി ശക്തമായി പ്രതികരിച്ചു. പുതുതാരങ്ങൾക്ക് അവസരം നൽകുന്നത് നല്ലതു തന്നെയാണ്, പക്ഷേ അത്തരം അവസരങ്ങൾ നൽകുമ്പോൾ എന്തുകൊണ്ട് സഞ്ജു സാംസനെ മാത്രം നിങ്ങൾ മാറ്റി നിർത്തപ്പെടുന്നു എന്ന് തന്നെയാണ് രവി ശാസ്ത്രി ആവർത്തിക്കുന്ന ചോദ്യം. സിംബാബ്വെക്കെതിരെ ജൂലൈ 23, 25, 26 തീയതികളിൽ ഇന്ത്യ കളിക്കാൻ പോകുന്നത് ആ സ്ക്വാഡിൽ നിന്നും സഞ്ജു സാംസന്റെ പേര് വെട്ടിമാറ്റപ്പെടുമ്പോൾ ക്രിക്കറ്റ് ആരാധകരും ശക്തമായി പ്രതിഷേധത്തിൽ തന്നെയാണ്. പക്ഷേ എത്ര കണ്ട് പ്രതിഷേധങ്ങളുണ്ടായാലും എത്ര കണ്ട് വിമർശനങ്ങളുണ്ടായാലും ഇന്ത്യൻ സെലക്ടർമാരുടെ മനോഭാവം ഒട്ടും മാറാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഈ 2 സംഭവങ്ങളും. ഒന്ന്, ഇംഗ്ലണ്ടിനെതിരെയുള്ള 11-ൽ നിന്ന് സഞ്ജു സാംസനെ പുറത്താക്കുന്നു, മറ്റൊരിടത്ത് സ്ക്വാഡിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെടുന്നു. ഈ 2 കാര്യങ്ങളും ഇന്ത്യൻ സെലക്ടർമാരുടെ പഴയ മനോഭാവത്തിന് ഒട്ടും മാറ്റമില്ല, അത് മാറ്റപ്പെടുകയുമില്ല എന്ന് തന്നെയാണ് തെളിയിക്കുന്നത്. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.